ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ആർസുൽ സാർ. എല്ലാവർക്കും സ്വാഗതം. യെസ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. നമ്മുടെ മോഡൽ എക്സാം കഴിഞ്ഞു. നമുക്ക് ഇനിയാണെങ്കിൽ വരാൻ പോകുന്ന എക്സാം ഫൈനൽ എക്സാം ആണ്. അതിന് മുന്നോടിയായിട്ട് അതിന്റെ മോഡൽ എക്സാം കഴിഞ്ഞതിന്റെ എങ്ങനെയൊക്കെയാണ് ആൻസർ ചെയ്യേണ്ടത്, എന്തൊക്കെ പോയിന്റ്സുകൾ ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ഹു ഇൻവെന്റഡ് ഡിഫറൻസ് എഞ്ചിൻ? ആരാണ് ഈ ഡിഫറൻസ് എഞ്ചിൻ ഇൻവെന്റ് ചെയ്തത് മക്കളെ? ചാൾസ് ബാബേജ് ആണല്ലേ. ചാൾസ് ബാബേജ് അറിയാം എല്ലാവർക്കും. ഇദ്ദേഹം തന്നെയാണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സൂപ്പർ സിക്സ്റ്റിലാണെങ്കിൽ എനിക്ക് സെക്കൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഹു ഇൻവെന്റഡ് ഡിഫറൻസ് എഞ്ചിൻ നമ്മൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് തന്നെ എടുത്ത് ചോദിച്ചു. എന്താ ചെയ്യല്ലേ? നെക്സ്റ്റ് നോക്കാം. ദ മെയിൻ മൊഡ്യൂൾ ഓഫ് എ പ്രോബ്ലം വിൽ ബി ഡെവലപ്ഡ് ഓൺലി ആഫ്റ്റർ ഡിസൈൻ ഇറ്റ്സ് സബ് മൊഡ്യൂൾസ്. വിച്ച് മെത്തേഡ് പ്രോബ്ലം സോൾവിങ്? എന്താണ് മക്കളെ? നമ്മുടെ ആണെങ്കിൽ സബ് മൊഡ്യൂൾസിനെ എന്താ മക്കളെ, മൊഡ്യൂൾസിനെ ഡിസൈൻ ചെയ്തിട്ടാണ് മെയിൻ മൊഡ്യൂളിനെ ഡെവലപ്പ് ചെയ്യുന്നത്. ഏത് പ്രോബ്ലം അപ്രോച്ചിങ് നമ്മളെ? ബോട്ടം അപ്പ് അപ്രോച്ച് അഥവാ ബോട്ടം അപ്പ് ഡിസൈനിങ് ആണല്ലേ. ഓർത്തിരിക്കുക. ദ ടോക്കൺ ദാറ്റ് ട്രിഗർ സം കൈൻഡ് ഓഫ് ഓപ്പറേഷൻ, അഥവാ ഒരു ഓപ്പറേഷൻ ട്രിഗർ ഔട്ട് ചെയ്യുന്ന മക്കളെ ഏതാ മക്കളെ? ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്റർ. നെക്സ്റ്റ്, ദ നെയിം ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ വിച്ച് ടെർമിനേറ്റ്സ് പ്രോഗ്രാം ഇറ്റ് സെൽഫ്. പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് കൺട്രോളിനെ പുറത്തോട്ട് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ നമുക്ക് എക്സിറ്റ് ഫംഗ്ഷൻ. ഓർത്തിരിക്കും കേട്ടോ. നെക്സ്റ്റ്, പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നത് എവിടെ നമ്മളെ? മെയിൻ ഫംഗ്ഷനിലായിരിക്കും. പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മളെ ഏതാടാ? ഓക്കെ, എന്താ മക്കളെ ഈ പറഞ്ഞ എക്സിറ്റ് ഫംഗ്ഷൻ കേട്ടോ. എക്സിക്യൂഷൻ അല്ല, പ്രോഗ്രാം കൺട്രോൾ പുറത്തോട്ട് പോകാൻ. നെക്സ്റ്റ് നോക്കാം. ആൻ അറേ ഇൻ ഈച്ച് എലമെന്റ് ഈസ് ആൻ അറേ. ഒരു അറയ്ക്കുള്ള മറ്റേ അറ വരെ വിളിക്കടാ മൾട്ടി ഡയമെൻഷണൽ അറേ, 2D അറേ എന്നൊക്കെ വിളിക്കും കേട്ടോ. നെക്സ്റ്റ്, ഗെറ്റ് ലൈൻ അക്സെപ്റ്റ് എ ഡാഷ് ത്രൂ എ കീബോർഡ്. ഗെറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? നമുക്ക് ഈ പറഞ്ഞ സ്ട്രിങ്ങിനെ നമുക്ക് കീബോർഡ് വഴി ഇൻപുട്ട് കൊടുക്കാം. സ്ട്രിങ്ങിനെ നമുക്ക് കീബോർഡ് വഴി ഇൻപുട്ട് കൊടുക്കാൻ പറ്റില്ലേ? ഓർത്തിരിക്കുക. സ്ട്രിങ്ങിനെ കീബോർഡ് വഴി ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കും. ഓർത്തിരിക്കണേ. യെസ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ഫങ്ഷൻസ് ഓഫ് CPU രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സിന്റെ ടൈപ്സുകൾ, അവ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ CPU ടൈപ്സുകൾ പറഞ്ഞ കേട്ടോ. അതാണ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് PC പ്രോഗ്രാം കൗണ്ടർ. നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞുള്ള എന്താണ് മക്കളെ? ഈ പറഞ്ഞ ഈ പ്രൊസസർ എക്സിക്യൂട്ട് ചെയ്യുന്ന നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ്, അതിന്റെ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അക്യുമുലേറ്റർ എന്താണ്? അക്യുമുലേറ്റർ എന്ന് പറയുമ്പോഴായിരിക്കും നമ്മളെ ACC എന്ന് പറയാറുണ്ട്. അക്യുമുലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസിനെ നമ്മളെ സ്റ്റോർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓർത്തിരിക്കുക. നെക്സ്റ്റ്, IR ഉണ്ട്, MAR ഉണ്ട്, MBR ഉണ്ട്. അതൊക്കെ എഴുതി വെക്കാം, കുഴപ്പമില്ല. നെക്സ്റ്റ്, IR ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. IR ഉണ്ട് കേട്ടോ. യെസ്. നെക്സ്റ്റ്, IR ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്നുണ്ട്, MAR അഡ്രസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്, MBR ഡേറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ്, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കോംപ്ലിമെന്ററി ലോ. കോംപ്ലിമെന്ററി ലോ എന്താണ്? കോംപ്ലിമെന്ററി ലോ എന്തല്ലേ? കോംപ്ലിമെന്ററി ലോ ആണെങ്കിൽ പ്രൂവ് ചെയ്യേ അല്ലേ. എന്താണ്? A.A ഇസിക്കൽ ടു A.A കോംപ്ലിമെന്റ് ഇസിക്കൽ A പ്ലസ് A കോംപ്ലിമെന്റ് ഇസിക്കൽ ടു A. അത് ഇതേപോലെ പ്രൂവ് ചെയ്തോ കേട്ടോ. ഓക്കെ ഓക്കെ, സെറ്റ് അല്ലേ. ഇവിടെ എയുടെ വില 0 അല്ലെങ്കിൽ A കോംപ്ലിമെന്റ് 1 ആയിരിക്കും അല്ലേ. യെസ്, എയുടെ വില 0 ആണെങ്കിൽ എയുടെ കോംപ്ലിമെന്റ് 1 ആയിരിക്കും. അപ്പൊ A.A കോംപ്ലിമെന്റ് 0.1 ആയിരിക്കും അല്ലേ. 0.1 ആയിരിക്കും. ദെൻ 0.A പ്ലസ് A കോംപ്ലിമെന്റ് 0 പ്ലസ് 1 എന്നാണ് 1 വരും അല്ലേ. എയുടെ വില 1 ആണെങ്കിൽ A കോംപ്ലിമെന്റ് 0 ആയിരിക്കും. അതേപോലെ A.A കോംപ്ലിമെന്റ് 1.0, 0.A പ്ലസ് A കോംപ്ലിമെന്റ് 1 പ്ലസ് 0 അല്ലേ. 1 പ്ലസ് 0 എന്നാണ് 1 ആയിരിക്കും അല്ലേ. ഓക്കെ, ക്ലിയർ ക്ലിയർ. അപ്പൊ എന്താണ്? therefore A.A കോംപ്ലിമെന്റ് 0 A പ്ലസ് A കോംപ്ലിമെന്റ് 1 ആയിരിക്കും. ഓർത്തിരിക്കുക. നെക്സ്റ്റ്, 327.4 ബേസ് 8നെ ബേസ് 16 കൺവേർട്ട് ചെയ്യുക. എന്ത് കിട്ടും മക്കളെ? ആൻസർ എന്ത് കിട്ടും മക്കളെ? ഇതിനെന്താണ് ഈ പറഞ്ഞ ഈ 0.8 ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറൊന്നും ഇല്ല കേട്ടോ. വരാറൊന്നും ഇല്ല അങ്ങനെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ല. ടെക്സ്റ്റ് ബുക്കിലെ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. അതെനിക്ക് തോന്നുന്നു നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ആണെങ്കിൽ ഏതെങ്കിലും വല്ല ഔട്ട് ഓഫ് സിലബസ് എന്ന് വേണേൽ പറയാൻ പറ്റും. കാരണം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ല എന്ന് വേണേൽ പറയാം. ടെക്സ്റ്റ് ബുക്കിൽ ഈ ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ പറയുന്നില്ല. ഓക്കെ, 327.4 കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ നമുക്കിവിടെ 3 പോയിന്റ് വരുന്ന മെമ്പേഴ്സ് വരുന്നില്ല. അപ്പൊ ഇതെന്താണ്? ഇതിനെ ഇനിഷ്യലി എന്താണ്? 3നെ എന്താണ്? 327.4 അല്ലേ. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് പോയിന്റ് ഇവിടെ വെക്കാം. 327 പോയിന്റ് ആകുമ്പോൾ എന്താണ്? 3 ആകുമ്പോൾ 0 1 1 ആണ്. 2 ആകുമ്പോൾ 0 1 0, 7 ആകുമ്പോൾ 1 1 1, 4 ആകുമ്പോൾ 1 0 0. ഓക്കെ, ക്ലിയർ. യെസ്.
അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിന് പെയർ ചെയ്യാം. 1 2 3 ഒരു പേര്, 1 2 3 ഇത് മറ്റൊരു പേര്, 0 അല്ലേ, 0. ഇപ്പൊ 0 8 4 2 1 നോക്കാം. ഇവിടെ 4 ബിറ്റ് ആക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് മക്കളെ, യെസ്, ഇവിടെ എന്താ അവിടെ 0 1 ഇല്ലേ, 8 4 2 1 ആകുമ്പോൾ 1 1 0 1 അല്ലേ. അപ്പൊ 1 1 0 1 ആകുമ്പോൾ 1 1 0 1 ആകുമ്പോൾ 8 4 12 12 1 13 13 ആകുമ്പോൾ നമുക്ക് ഡി ആയിരിക്കും അല്ലേ. യെസ്, ഡി. അപ്പൊ ഡി മതി. 0 3 1 ആകുമ്പോൾ 4 2 6 6 1 7 അല്ലേ. 0.1 0 ആണെങ്കിൽ 8. അപ്പൊ D7 0.8 ബേസിസ് കേട്ടോ. ഇത് ചോദിച്ച് കണ്ടിട്ടില്ല അങ്ങനെ. എനിക്ക് തോന്നുന്നത് എനിക്കറിയത്തില്ല, എന്തോ വേറെന്തോ രീതിയിൽ അങ്ങനെ ഇട്ടായിരിക്കും. ഇവിടെ നോക്കാം. ഇൻ വിച്ച് ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ് ഡസ് എ റൺ ടൈം എറർ. റൺ ടൈം എറർ മക്കളെ ഒക്കെ അറിയുന്ന എക്സിക്യൂഷൻ ഫേസിലായിരിക്കും അല്ലേ. നമ്മുടെ ഫേസ് ഓഫ് പ്രോഗ്രാമിൽ അതാണെങ്കിൽ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ഉണ്ട്, പ്രിപ്പയറിംഗ് അൽഗോരിതംസ് അതിന്റെ ഫ്ലോ ചാർട്ട് ഉണ്ട്, then കോഡിന്റെ പ്രോഗ്രാംസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്, ഡീബഗിംഗ് ഉണ്ട്, എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് ഉണ്ട് അല്ലേ. എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് ബേസിൽ നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ റൺ ടൈം എറർ വരുന്നത് അല്ലേ. നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് എ റീസൺ ഫോർ ദാറ്റ് എറർ. എന്താണ് നമ്മൾ ഈ റൺ ടൈം എറർ വരാൻ കാര്യം എന്താ മക്കളെ, ഈ എക്സിക്യൂഷൻ ടൈമിലാണെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് വാല്യൂ കൊടുക്കുന്നു, അതിനെന്ത് വിളിക്കാം, ഈ റൺ ടൈം എറർ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ C = A/B എന്ന് പറയുകയാണ്. എക്ക് വില 5 കൊടുത്തു, ബിക്ക് വില 0 കൊടുത്തു. 5 / 0 നമ്മളെ ഇൻഫിനിറ്റി വരെ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ഹൗ ഡു ദ വൈൽ ലൂപ്പ് ഡിഫർ ഫ്രം വൈൽ ലൂപ്പ് ഡിഫർ ഫ്രം ഡു വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് എൻട്രി കണ്ടിട്ട് ലൂപ്പാണ്. കണ്ടീഷൻ ഫസ്റ്റ് ചെക്ക് ചെയ്യും, പിന്നെ ആയിരിക്കും ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഡു വൈൽ ലൂപ്പ് എക്സിഡന്റ് ലൂപ്പാണ്. ആദ്യം ഒരു വട്ടം ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ടായിരിക്കും കണ്ടീഷൻ ചെക്ക് കേട്ടോ. ഓർത്തിരിക്കുക, അതാണ് നമ്മൾ എന്ത് ചെയ്യും, ഡു വൈൽ ലൂപ്പ് ഡിഫറൻസ് ഉണ്ട്. എൻട്രി കണ്ട ലൂപ്പിന്റെ എക്സിഡന്റ് ഡിഫറൻസ് റൈറ്റ് ചെയ്യാൻ മതി കേട്ടോ. ഓക്കെ, സിൻടാക്സിൽ നിന്ന് കുറച്ച് നല്ലതായിരിക്കും. ഡിഫൈൻ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇറ്റ്സ് ടൈപ്സ് ഇൻ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സ്റ്റഡി ഫേസ് മുതൽ ഇംപ്ലിമെന്റേഷൻ ഓപ്പറേഷൻ വരെയുള്ള ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് നമുക്ക് എന്ത് ഈ പറഞ്ഞ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇന്റേണൽ ഡോക്യുമെന്റേഷൻ ഉണ്ട്, എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ ഉണ്ട്. നമ്മുടെ ഈ പറഞ്ഞ സോഴ്സ് കോഡിനുള്ള കൊടുക്കുന്ന കമന്റ്സിന് എന്ത് വിളിക്കാം, ഇന്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് വിളിക്കാം. എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ നമ്മുടെ വലിയ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു യൂസർ മാനുവൽ ആണെന്ത് എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ. മറക്കല്ലേ. നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് ഫ്രം ദി ഫോളോയിങ്. ഹലോ ഫ്രണ്ട്സ് നമ്മളെ സ്ട്രിംഗ് ലെറ്ററിലാണ്. നെക്സ്റ്റ് 1 2 5 6 ഇൻഡിജർ ലെറ്ററിൽ 1.25 E8 ഫ്ലോട്ടിംഗ് പോയിന്റ് ലെറ്ററിൽ സിംഗിൾ കോഡ് സിംഗിൾ ക്യാരക്ടർ വരുന്ന സ്കാറ്റ് ലെറ്റർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. യെസ്, നെക്സ്റ്റ് നോക്കാം. ഹൗ മെനി ടൈംസ് വിൽ ബി ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ഫോളോയിങ് കോഡ്സ് എക്സിക്യൂട്ട്. എത്ര ടൈംസ് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇത് ഔട്ടർ ലൂപ്പ് ആയിരിക്കും, ഇത് ഇന്നർ ലൂപ്പ് ആയിരിക്കും. ഔട്ടർ ലൂപ്പിലെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇന്നർ ലൂപ്പിലോട്ട് വരും, ഇന്നർ ലൂപ്പിലെ കണ്ടീഷൻ തെറ്റാണെങ്കിൽ മാത്രം തിരിച്ച് ഔട്ടറിലോട്ട് പോകത്തുള്ളൂ. ഓർത്തിരിക്കുക, ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം എമ്മിന്റെ വില 10 ആണ്, 10 5-നേക്കാളും വലുതാണ് അല്ലേ. 5 5-നേക്കാളും വലുതാണെങ്കിൽ എങ്ങോട്ട് വരും മക്കളെ, എമ്മിന്റെ വില 10 വരും. ഓക്കെ, എന്നിട്ട് ഇവ എങ്ങോട്ട് വരും മക്കളെ, n = 1 വരില്ലേ. n = 1 എന്ന് പറയുമ്പോൾ എന്നിന്റെ വില 1 2 3 4 4 അല്ല 3 വട്ടം എക്സിക്യൂട്ട് ചെയ്യും. 3 വട്ടം എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് വീണ്ടും എങ്ങോട്ട് മക്കളെ, എങ്ങോട്ട് പോടാ. യെസ്, 15 എന്താണ് വീണ്ടും ഔട്ടറിലോട്ട് പോകും. ഔട്ടറിൽ പോകുമ്പോൾ നമ്മളെ എമ്മിന്റെ വില ഇൻക്രിമെന്റ് ചെയ്ത് എമ്മിന്റെ വില ഇൻക്രിമെന്റ് ഇവിടെ മൈനസ് എമ്മിന്റെ വില ഡിക്രിമെന്റ് ചെയ്യുമ്പോൾ എമ്മിന്റെ വില 9 ആവും അല്ലേ, 9 ആവും. ഓക്കെ, എമ്മിന്റെ വില 9 ആവും അല്ലേ, 9 ആവും. ഓക്കെ, 9 ആവും. ഓക്കെ, അപ്പൊ എന്താണ് എമ്മിന്റെ വില 9 ആവും. ഇവിടെ നിന്നാണ് വീണ്ടും എന്നിന്റെ വില വീണ്ടും എന്താണ് സെറ്റ് ചെയ്യും, M1 2 3. ഓക്കെ, അങ്ങനെ ടോട്ടൽ എത്ര ടൈംസ് ഉള്ള, ടോട്ടൽ 15 ടൈംസ് എക്സിക്യൂട്ട് അല്ലേ. ഔട്ടർ ലൂപ്പ് ആണെങ്കിൽ 10 9 7 8 6 വരെ 5 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. ഇന്നർ ലൂപ്പ് ആണെങ്കിൽ 1 2 3 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ 10 9 8 7 6 വരെ എക്സിക്യൂട്ട് ചെയ്യും. ടോട്ടൽ 5, ഇവിടെ 3. ഓക്കെ, ടോട്ടൽ ഐട്രേഷൻ നമ്മൾ 5 × 3 5 × 3 15 കേട്ടോ. അങ്ങനെ ടോട്ടൽ ഐട്രേഷൻ പറയാം കേട്ടോ. യെസ്, റൈറ്റ് ദ യൂസ് ഓഫ് പുട്ട് ആൻഡ് റൈറ്റ് ഫംഗ്ഷൻ
പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ സി പ്ലസ് എന്നാൽ പുട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മൾ എന്താ ഈ പറഞ്ഞ പുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രീം ഫംഗ്ഷൻ ആട്ടോ. ജസ്റ്റ് റൈറ്റ് ഫംഗ്ഷൻ നമുക്ക് എന്താണ് ഒരു ബ്ലോക്ക് ഓഫ് ക്യാരക്ടേഴ്സിനെ ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് സ്ട്രീം ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മൾ ഈ പറഞ്ഞ റൈറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് ലെങ്ത് നമ്മൾ അവിടെ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കട്ടെ. ഫോർ എക്സാമ്പിൾ str,3 എന്ന് പറയുമ്പോൾ റൈറ്റ് CO ഡോട്ട് റൈറ്റ് str,3 എന്ന് പറയുമ്പോൾ നമ്മൾ 3 ക്യാരക്ടേഴ്സ് അവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഗീവ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ബൈനറി സെർച്ച് ഓവർ ലീനിയർ സെർച്ച് നമ്മളെ ഫാസ്റ്റർ ദാൻ ഫാസ്റ്റർ ദാൻ നമ്മളെ ഈ പറഞ്ഞ ലീനിയർ സെർച്ച് കുറച്ച് ഫാസ്റ്റർ ആണ്, മോർ എഫിഷ്യന്റ് ആണ്. പിന്നെ എന്താണ് എല്ലാ എലമെന്റ്സും കടന്നു പോകേണ്ട കാര്യമില്ല. ഓക്കെ, എലമെന്റ്സ് ഓർഡർ വേണം നിർബന്ധമില്ല. അതൊക്കെ അഡ്വാൻറ്റേജ് ആയിട്ട് ഓർത്തിരിക്കുക. അതിന്റെ ഡിഫറൻസ് പറയുമ്പോൾ എനിക്കൊന്ന് ബൈനറി സെർച്ച് കിടക്കുന്ന എല്ലാം നമ്മളെ അഡ്വാൻറ്റേജ് കേട്ടോ. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ എനി 2 മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസ് ഒക്കെ ഒന്ന് SMS ഷോർട്ട് മെസ്സേജ് സർവീസ്. നമുക്ക് ടെക്സ്റ്റ് മെസ്സേജിനെ ആണെങ്കിൽ ഒരു 160 ക്യാരക്ടേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്ത് ഷോർട്ട് മെസ്സേജ് സർവീസ് എന്ന് പറഞ്ഞാൽ MMS മൾട്ടിമീഡിയ മെസ്സേജ് സർവീസ്. നമുക്ക് പല ഓഡിയോ വീഡിയോ ഇമേജ് ഫയൽസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ MMS എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം GPS. നമുക്കൊരു സാറ്റലൈറ്റ് നേവിഗേഷൻ സിസ്റ്റമാണ് നമുക്ക് എന്ത് ഈ പറഞ്ഞ GPS എന്ന് പറഞ്ഞാൽ മറക്കരുത്. നെക്സ്റ്റ് റെപ്രസെന്റ് -22 ഇൻ കമ്പ്യൂട്ടർ മെമ്മറി യൂസിങ് 2's കോംപ്ലിമെന്ററി മെത്തേഡ്. -22 അപ്പൊ 22ന്റെ ബൈനറി കണ്ടുപിടിച്ചു 10110 അല്ലേ. ആദ്യം 22ന്റെ നമ്മുടെ ഡെസിമൽ ടു ബൈനറി മെത്തേഡ് ഉപയോഗിച്ച് ബൈനറി കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ 8 ബിറ്റ് റെപ്രസെന്റ് ചെയ്യുക. എന്നിട്ട് അവിടെ 0ക്ക് വരെ 1 ആക്കുക, 1ന് 0 ആക്കുക, അപ്പൊ 1s കിട്ടും അല്ലേ. ദെൻ അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും അല്ലേ. ഓക്കെ, അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ ആൻസർ ഈസ് 1110110. ക്ലിയർ? പാർട്ട് 3 പറയുകയാണ്. ഡ്രോ ദ ജോൺ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ജോൺ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഡ്രോ ചെയ്യുക. ഈ ഒരു ഡ്രോ എപ്പോഴും പറയാറുള്ള ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞില്ല, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. നെയിം എനി 1 ഡിവൈസ് യൂസിങ് മോഡിഫൈഡ് ടൈപ്സ് ഓഫ് റോം ഇൻ ഡെയിലി ലൈഫ്. നമ്മുടെ ആണെങ്കിൽ നമ്മുടെ റോം യൂസ് ചെയ്യുന്ന ഡിവൈസുകളൊക്കെയാണ് വാഷിംഗ് മെഷീൻ, മൈക്രോ ഓവന്, കാർസ് എഞ്ചിൻ, ECU, സ്മാർട്ട് TV കേട്ടോ. ഓക്കെ, ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട കാര്യത്തില്ലായിരുന്നു, കാരണം പിള്ളേർക്ക് അങ്ങനെ അറിയാവുന്ന എനിക്ക് അറിയത്തില്ല. റോം യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ അങ്ങനെ ചോദിച്ച് ഇങ്ങനെ കണ്ടിട്ടില്ല. നെക്സ്റ്റ് വയ്ക്കാൻ കൺസ്ട്രക്ട് ദ ലോജിക്കൽ സർക്യൂട്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, ചെറുതായിട്ടുണ്ട്. കൺസ്ട്രക്ട് ദ ലോജിക്കൽ സർക്യൂട്ട് ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻ A.B പ്ലസ് C. എയും ബിയും A.B ദ ഹോൾ കോംപ്ലിമെന്റ് ആണോ? യെസ്, A.B ദ കോയിൽ കോംപ്ലിമെന്റ് ആണോ? 21ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. A.B ദ ഹോൾ കോംപ്ലിമെന്റ്. ഹോൾ കോംപ്ലിമെന്റ് പ്ലസ് C കേട്ടോ. ഹോൾ കോംപ്ലിമെന്റ് പ്ലസ് C ആണ്. അപ്പൊ എന്താണ്, എയും ബിയും ആന്റി ഗേറ്റ് കൊടുത്തു. C ആണെങ്കിൽ അല്ല എക്സ്റ്റേണൽ ഇൻപുട്ട് കൊടുത്തു. നടുക്കിടക്കുന്ന പ്ലസ് ആണ്. അപ്പൊ A.B ഡബിൾ ഹോൾ കോംപ്ലിമെന്റും ഇതൂടെ ഓർ ഗേറ്റ് കൊടുത്ത് ഔട്ട്പുട്ട് ഈസ് A.B ദ ഹോൾ കോംപ്ലിമെന്റ് പ്ലസ് C. ക്ലിയർ? നെക്സ്റ്റ് റൈറ്റ് ദ സിൻടാക്സ് ഓഫ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇൻ C++. സിൻടാക്സ് എന്ന് പറയുക സ്വിച്ച് എക്സ്പ്രഷനും കേസ് കോൺസ്റ്റന്റ് കമ്പയർ ചെയ്തു. അതുമായിട്ട് മാച്ച് ആയെങ്കിൽ കറസ്പോണ്ട് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് നമ്മളെ കേസ് കോൺസ്റ്റന്റോടൊന്നും മാച്ച് ആയില്ല അല്ലേ. കേസ് കോൺസ്റ്റന്റോടൊന്നും മാച്ച് ആയില്ല എങ്കിൽ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് അല്ലേ. ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ടിംഗ്. ക്ലിയർ? നെക്സ്റ്റ് നോക്കാം. ഡ്രോ ദ ഫ്ലോ ചാർട്ട് ടു ഡിസ്പ്ലേ ദ നമ്പേഴ്സ് ഫ്രം 1 to 10. 1 തൊട്ട് 10 വരെ പിന്നെ ഫ്ലോ ചാർട്ട് വരയ്ക്കുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. ഇതൊക്കെ എനിക്ക് ഫൈനൽ എക്സാമിന് വെച്ചാൽ അല്ലേ. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 n = 1 സ്റ്റാർട്ട് ചെയ്തു. n ലെവൽ 10 അതിൽ കുറവായിരിക്കണം. ട്രൂ ആണെങ്കിൽ നമ്മളെ പ്രിന്റ് n, n +1, നോ ആണെങ്കിൽ സ്റ്റോപ്പ് കേട്ടോ. നെക്സ്റ്റ് റൈറ്റ് ഇൻ അൽഗോരിതം സോർട്ട് ദ വാല്യൂസ് ഇൻ അറേ ഇൻ യൂസിങ് ബബിൾ സോർട്ട്. പ്രീവിയസ് എനിക്ക് കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ തന്നെയായിട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അൽഗോരിതം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു അൽഗോരിതം റൈറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള അൽഗോരിതം ആയാലും കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ് പ്രെഡിക്റ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദി x മോഡുലസ് y if x = 26 y = 28. ഇപ്പോൾ 26ന് 8 കൊണ്ടായിരിക്കും റിമൈൻഡർ നമ്മളെ 2 കിട്ടും അല്ലേ. ഇത്ര നമ്മളെ 26 ഒരെട്ട് 8 26 3 അല്ലേ. അപ്പോൾ എന്താണ് 26 - 24 2 കിട്ടും കേട്ടോ. A greater than B, A less than C. If A യുടെ വാല്യൂ 5 ആണെങ്കിലോ B യുടെ വാല്യൂ 3 ആണെങ്കിലോ C യുടെ വാല്യൂ 1 ആണെങ്കിലോ കേട്ടോ. A greater than B 5
3 വലുതാണോ? വലുതാണ്. A less than C. 5 1 ചെറുതാണോ? ഫോൾസ്. ആൻഡിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആയ റിസൾട്ട് ഈസ് ഓൾസോ ഫോൾസ് ആവും അല്ലേ? ഓക്കെ. ഹൗ മെനി ബൈറ്റ്സ് ആർ മെമ്മറി അലോക്കേറ്റ് ഫോർ ദി ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പ്? ഫ്ലോട്ട് ടൈപ്പിന്റെ സൈസ് നമുക്ക് ഫ്ലോട്ട് ആകുമ്പോൾ സൈസ് 4 ബൈറ്റ്, ഇന്റ് ആകുമ്പോൾ സൈസ് 4 ബൈറ്റ്, ഷോർട്ടിന്റെ ആകുമ്പോൾ സൈസ് 2 ബൈറ്റ്, ക്യാർ ആകുമ്പോൾ സൈസ് 1 ബൈറ്റ്, ഡബിൾ ആകുമ്പോൾ സൈസ് 80 ബൈറ്റ്, വോയിഡ് ആകുമ്പോൾ സൈസ് 0 ബൈറ്റ്. കേട്ടോ, ഓർത്തിരിക്കട്ടോ. ഡിഫൈൻ മോഡുലറൈസേഷൻ എന്നാണ്. മോഡുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് പ്രോഗ്രാമിനെ സ്മോളർ സബ് പ്രോഗ്രാംസ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? മോഡുലറൈസേഷൻ ആണ്. മോഡുലറൈസേഷൻ വിളിക്കില്ലേ? മോഡുലറൈസേഷൻ വിളിക്കില്ലേ? മോഡുലറൈസേഷൻ വിളിക്കാം. ദിസ് ഇസ് ദ മെറിറ്റ്സ് ഓഫ് മോഡുലർ പ്രോഗ്രാമിംഗ്. റിഡ്യൂസ് പ്രോഗ്രാം സൈസ്, റിഡ്യൂസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി, ലെസ് ചാൻസ് ഓഫ് റെക്കറൻസ്, ഇംപ്രൂവ് റീയൂസബിലിറ്റി. ഓർത്തിരിക്കാം. വാട്ട് ഇസ് ജനറൽ ഫോർമാറ്റ് ടു ഡിഫൈൻ ദ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ? എന്താ ഡേറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ്മെന്റ്സ് ഇതോടെ ക്ലോസ് ചെയ്തല്ലേ. നെക്സ്റ്റ് റൈറ്റ് എൻ എക്സാമ്പിൾ ഓഫ് റിക്കർസീവ് ഫംഗ്ഷൻ. റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയുക ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യുന്ന പ്രോസസ് നമ്മൾ റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയല്ലേ. ഫോർ എക്സാമ്പിൾ ഇന്ത്യ ഫാക്ടോറിയൽ ഓഫ് ഇന്ത്യ എന്നെ ഫംഗ്ഷൻസ് കൊടുത്ത് ഇവിടെ കോൾ ചെയ്തപ്പോൾ ഫംഗ്ഷന്റെ പേര് വെച്ചിട്ട് കോൾ ചെയ്തല്ലേ. അപ്പൊ ആ പേര് വെച്ചിട്ട് കോൾ ചെയ്തേക്കുന്നുണ്ട് നമ്മളെ. ഇതിനെന്ത് വിളിക്കുക? റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കല്ലേ. ഓർത്തിരിക്കാം. Next, the website that are designed to help people to find information available in the World Wide Web called എന്താ നമ്മളെ? സെർച്ച് എഞ്ചിൻ. ലിസ്റ്റ് ഇനി 4 അഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ. ഇമെയിലിന്റെ അഡ്വാൻറ്റേജ് നമ്മളെ സ്പീഡ്, കോസ്റ്റ്, കൺവീനിയൻസ്, മൾട്ടിമീഡിയ. ഓർത്തിരിക്കുക. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ആർ ബെറ്റർ ദാൻ കോയാക്സിൽ കേബിൾ. കോയാക്സിൽ കേബിളിനേക്കാൾ കുറച്ച് ബെറ്റർ ആണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറഞ്ഞാൽ. സൈസ് ടു സപ്പോർട്ടിംഗ് ആൻഡ് ടു ഡിഫെൻഡിങ് പോയിന്റ്സ് ഫോർ എബോവ് സ്റ്റേറ്റ്മെന്റ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ അഡ്വാൻറ്റേജ് നമ്മളെ ഇടാം. ഹൈ ബാൻഡ് വിഡ്ത്ത് ആണ്, ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഇമ്മ്യൂണിറ്റി ടു ഇന്റർഫറൻസ്, ലോങ്ങർ ഡിസ്റ്റൻസ് ആണ്. നെക്സ്റ്റ് എന്നാണ് ഈ പറഞ്ഞ ഡിഫെൻഡിങ്. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുക ഡിഫെൻഡിങ്, ലോ കോസ്റ്റ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളെ ലോ കോസ്റ്റ് ആണ്. സോറി, ഇവിടെ അഡ്വാൻറ്റേജ് ഒപ്റ്റിക്കൽ ഫൈബർ കേട്ടോ. ഇത് അഡ്വാൻറ്റേജ് ഓഫ് കോയാക്സിൽ കേബിൾ ലോ കോസ്റ്റ് ആണ്, ഡ്യൂറബിലിറ്റി ആയിട്ട്. ഓർത്തിരിക്കുക. പാർട്ട് 4 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഡിഫറെന്റ് ലാംഗ്വേജ് പ്രോസസ്. നമ്മളെ കേടാ കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ. കമ്പൈലർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ഹോൾ പ്രോഗ്രാം സിംഗിൾ ലൈൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇന്റർപ്രറ്റർ ആണെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ലൈൻ ബൈ ലൈൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അസംബ്ലി ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ആണെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന നമ്മൾ അസംബ്ലർ എന്ന് പറയട്ടോ. ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഗീവ് എ ബ്രീഫ് ടോട്ട് ഓൺ ഫംഗ്ഷൻസ് ഓഫ് ഫോഴ്സ്. എന്താണ് പ്രോസസ് മാനേജ്മെന്റ്? നമുക്കൊരു പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്യാനും ഡി അലോക്കേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ആ ഷെഡ്യൂൾ, നമുക്ക് എന്താണ് പ്രോസസ് അലോക്കേഷൻ ഡി അലോക്കേഷൻ ഷെഡ്യൂൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മൊഡ്യൂൾ നമുക്ക് എന്താ ഒരു ഫംഗ്ഷൻ എന്താ പ്രോസസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് മെമ്മറി മാനേജ്മെന്റ്, പ്രൈമറി മെമ്മറി ഹാൻഡിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി മാനേജ്മെന്റ്. നമ്മുടെ എന്താണ് നെക്സ്റ്റ് ഫയൽ മാനേജ്മെന്റ്. ഫയൽസിന്റെ പല ഓപ്പറേഷൻസ് ഉണ്ട്. ആ ഓപ്പറേഷൻസുകളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫയൽ മാനേജ്മെന്റ്. നെക്സ്റ്റ് ഡിവൈസ് മാനേജ്മെന്റ്. ഡിവൈസിന്റെ പല ഓപ്പറേഷൻസ് ഉണ്ട്. എക്സ്റ്റേണൽ ഡിവൈസ് ഉണ്ട്. എക്സ്റ്റേണൽ ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ഡിവൈസ് മാനേജ്മെന്റ്. മറക്കല്ലേ. നെക്സ്റ്റ് വെക്കാം. ഗിവ് എൻ എക്സാമ്പിൾ ഫോർ കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഓപ്പറേറ്റർ. കാസ്കേഡിംഗ് ഇൻപുട്ട് ഓപ്പറേറ്റർ എക്സാമ്പിൾ നോക്കുന്നത് സി ഇൻ ഏജ് ഹൈറ്റ് അല്ലേ. ഇവിടെയൊക്കെ ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തു. ഇത് കാസ്കേഡിംഗ് ഇൻപുട്ട് ഓപ്പറേറ്റർ. അതായത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് അകത്താണെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ ഇൻപുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ എന്ത് വിളിക്കാം? കാസ്കേഡിംഗ് ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് വിളിക്കും അല്ലേ. നെക്സ്റ്റ് റീറൈറ്റ് ദ ഫോളോയിങ് C++ കോഡ് യൂസിങ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്ററിന് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുക. നോക്കടാ, മാർക്ക് എടുത്താൽ 30 ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുത്തു, ക്വസ്റ്റ്യൻ മാർക്ക്, ദെൻ ട്രൂ സ്റ്റേറ്റ്മെന്റ്, റിസൾട്ട് ഇസിക്കൽ പാസ്റ്റ് മാത്രം മതി കേട്ടോ. ഫോൾസ് കേസ് കോഡ് ഫെയിൽഡ്. ഓക്കെ. നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടൈപ്പ് പ്രൊമോഷൻ ആൻഡ് ടൈപ്പ് കാസ്റ്റിംഗ്. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ നമ്മുടെ ആണെങ്കിൽ കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ലോവർ ടൈപ്പിൽ നിന്ന് ഹയർ ടൈപ്പിലോട്ട് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യുന്നില്ലേ. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ നിന്ന് ഫ്ലോട്ടിലോട്ട് കൺവേർട്ട് ആവുന്നില്ലേ. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമർ ഡിസൈഡ് ചെയ്യും എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ. ഫോർ എക്സാമ്പിൾ 3.14 എന്ന് പറഞ്ഞ മാതിരി ഇന്ത്യയിലോട്ട് കൺവേർട്ട് ആക്കുന്നു. നെക്സ്റ്റ് എക്സ്പാൻഡ് URL. URLന്റെ ഫുൾ ഫോം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് അല്ലേ. എ സ്കൂൾ ലാബ് റിക്വയർസ് വൈഡ് നെറ്റ്വർക്ക് കണക്ഷൻ വിച്ച് കോസ്റ്റ് എഫക്റ്റീവ്. വിച്ച് നെറ്റ്വർക്ക് ടോപ്പോളജി ഡു യു സൈസ് ഗീവ് റീസൺ. ഒന്ന് സ്റ്റാർ ടോപ്പോളജി അല്ലേ. നമുക്ക് സ്റ്റാർ ടോപ്പോളജി യൂസ് ചെയ്യില്ലേ. കാരണം നമ്മുടെ എന്താണ് ഇവിടെ ഏത് ടെക്നോളജി യൂസ് ചെയ്യാം. ഈ പറഞ്ഞ സ്റ്റാർ ടോപ്പോളജി നമ്മുടെ സ്കൂളിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റാർ ടോപ്പോളജിയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്റ്റാർ ടോപ്പോളജി യൂസ് ചെയ്യാം. എന്താ റീസൺ എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇതിന് കമ്പ്യൂട്ടർ ഓൺലി നീഡ്സ് സിംഗിൾ കേബിൾ മതി. പിന്നെ നമ്മൾ ഇത് സെൻട്രൽ ഹബിലോ സ്വിച്ചിലോ യൂസ് ചെയ്യുക. ഓക്കെ. നമുക്ക് എന്താണ് ഈസി ടു യൂസ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു നോഡ് ഒരു കേബിൾ ഫെയിൽ ആക്കി കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടർ മാത്രമേ അഫക്ട് ചെയ്യത്തുള്ളൂ. എൻ്റെ നോഡ് ഫുള്ളായിട്ട് പോകത്തില്ല കേട്ടോ.
നെക്സ്റ്റ് വെക്കാം റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ റൗട്ടർ ആൻഡ് ഗേറ്റ് വേ. റൗട്ടർ എന്താ വേണമെങ്കിൽ രണ്ട് സെയിം ടൈപ്പുള്ള നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന റൗട്ടർ എന്ന് പറഞ്ഞാൽ സെയിം പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നത് അല്ലേ. നെക്സ്റ്റ് ഗേറ്റ് വേ എന്താണ്? ഗേറ്റ് വേ എന്ന് പറഞ്ഞിരിക്കട രണ്ട് ഡിഫറെന്റ് ടൈപ്പുള്ള നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മളെന്ത് ഈ പറഞ്ഞ രണ്ട് ഡിഫറെന്റ് ടൈപ്പിലുള്ളതും രണ്ട് ഡിഫറെന്റ് ടൈപ്പ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ നമുക്ക് എന്ത് ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ മറക്കല്ലേ. ഇപ്പൊ റൗട്ടർ ഗേറ്റ് വേ ഡിഫറൻസ് മറക്കരുത്, ഇക്കാര്യങ്ങൾ ഓർത്തിരിക്കട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറഞ്ഞാൽ. ഈ ഒരു പോയിന്റ്സുകളൊക്കെ ഉൾപ്പെടുത്തുക. ഇതിന്റെ ആൻസർ കേക്ക് എന്താണ് കൃത്യമായിട്ട് നിങ്ങളുടെ നമ്മുടെ എന്താണ് മറ്റേ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് കൊടുക്കുന്നതായിരിക്കും. സോ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ, സീ യു.